അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പല ആൾക്കാരും ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നിറവേറാൻ മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഈ പറയുന്ന ഇസ്മ നമ്മൾ നടക്കില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച കാര്യം നടന്നു കിട്ടുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് നാം പരിചയപ്പെടുത്തുന്നത്. പലർക്കും പല ആവശ്യങ്ങളുണ്ടാകും, അല്ലെ, വ്യത്യസ്തമായ ആവശ്യങ്ങൾ. ഇപ്പൊ വിദേശ രാജ്യത്ത് പോകാനായാലും നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ ഒരു ഭവനം വയ്ക്കാനായിട്ടും ഇപ്പൊ ചിലരൊക്കെ അതിന് നടക്കുകയില്ല എന്ന് അടിവരയിട്ട് അവർ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച കാര്യം പോലും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞ രീതിക്ക് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്നയ്ക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മഹത്വങ്ങളുണ്ട്. 99 നാമവും നാം മനഃപ്പാഠമാക്കുക. കുറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യുക, 99 നാമം നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കിൽ നോക്കി ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ചങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളത് മനഃപ്പാഠമാക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. ആദ്യം കുറച്ച് നമ്മൾ മനഃപ്പാഠമാക്കാൻ കഴിയാത്തവർ കുറച്ചിങ്ങനെ ചൊല്ലി വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി മനഃപ്പാഠമാകുന്നതാണ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നാം മനഃപ്പാഠമാക്കുക. ശേഷം ഓരോ ഇസ്മിന്റെയും മഹത്വങ്ങളെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുക. അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി ദുആ ചെയ്താൽ ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ മുൻനിർത്തി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അഥവാ അവ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. ആഗ്രഹങ്ങൾ അല്ലാഹു പെട്ടെന്ന് സാധിപ്പിച്ചു തരികയും ചെയ്യുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കിയാൽ ആ വ്യക്തി സ്വർഗ്ഗത്തിലാണെന്ന് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും അല്ലാഹു തആലയ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. നിങ്ങൾ ആ നാമങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് തേടുക, എന്നാൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മുറാദുകൾ ഉണ്ടെങ്കിൽ അത് നിറവേറി കിട്ടാൻ, ആ മുറാദുകൾ സാധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് അതിപ്രധാനമായ 3 നാമങ്ങളെയാണ് നാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 99 നാമങ്ങളിൽ മഹാരുതന്മാർ നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മഹത്വമുള്ള നാമങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് 3 നാമങ്ങളെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എന്താണ് പ്രതിഫലമെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ഇത് വിശദമായി പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഈ ഇസ്മ നമ്മൾ നടക്കില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച കാര്യവും നടന്നു കിട്ടുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പലരും പല ബുദ്ധിമുട്ടുകളുള്ളവരാണ്. വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അങ്ങനെ പലവിധ രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, നിന്റെ 99 നാമങ്ങൾക്ക് അതിമഹത്വമുണ്ട്. ഒരുപാട് മഹത്വമുള്ളതാണ് അല്ലാഹ്. കാരുണ്യവാനായ റബ്ബേ, അത് മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുമ്പോൾ നീ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്.
അപ്പോൾ നടക്കില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച കാര്യം നടന്നു കിട്ടുന്ന ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് നാം പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഇസ്മ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, എപ്പോഴാണ് തഹജ്ജുദ് നമസ്കാരം, നിങ്ങൾ എല്ലാവരും തഹജ്ജുദ് നമസ്കരിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖിബ്ലയ്ക്ക് അഭിമുഖമായി ഇരുന്നുകൊണ്ട് തുടർച്ചയായി 7 ദിവസം 501 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുവേ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ അല്ലാഹ്. തഹജ്ജുദ് നമസ്കാര സമയമാണ്. നമ്മൾ ഓരോ ഉദാഹരണത്തിൽ 5 മണിക്കാണ് ബാങ്കെങ്കിലും 4 മണിക്ക് നമ്മൾ എണീക്കണം. ഇനി 4:45 ബാങ്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 മണിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാത്രിയെ 3 ആയിട്ട് ഭാഗിച്ചിട്ട് അതിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്യണം. ചില ഉസ്താദന്മാർ മഹത്തുക്കളൊക്കെ 3:30 എഴുന്നേൽക്കുന്നവരുണ്ട്, 3 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, നമസ്കരിക്കാൻ 3:30 എണീക്കുന്നവരുണ്ട്, 4 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തഹജ്ജുദിന് 2 റക്അത്ത് നമസ്കരിക്കണം. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് ഖിബ്ലയ്ക്ക് അഭിമുഖമായി ഇരുന്നുകൊണ്ട് തുടർച്ചയായി 7 ദിവസം 501 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുവേ 7 ദിവസം 501 പ്രാവശ്യം ഈശോ പറയണം. അല്ലാഹുവേ കരുണവാനായ റബ്ബേ എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ ഇസ്മിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ നിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എൻ്റെ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ നടക്കില്ല എന്ന് വിധിയെഴുതിയ കാര്യവും വരെ നടന്നു കിട്ടുമെന്ന് മഹത്വം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇസ്മെന്ന് നമുക്ക് നോക്കാം. റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം എന്ന ഈ 2 ഇസ്മുകൾ ചേർന്നിട്ട് യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. അപ്പോൾ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് 501 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഇൻഷാ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത വലിയ മഹത്വമുള്ള ഒരു നാമമാണ് അല്ലാഹുവിന്റെ നാമമാണ്. കടമുള്ള ആൾക്കാരുണ്ട്, കുന്നോളം കടങ്ങളുള്ളവരുണ്ട്, കച്ചവടം ചെയ്ത് നഷ്ടത്തിലായവരും അല്ലാതെയും മക്കളെ വിവാഹം ചെയ്ത് കൊടുത്തൊക്കെ കടങ്ങളുള്ളവർ, പലവിധ കടങ്ങളുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കുന്നോളം കടമുള്ളവർ, അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരോട് അല്ലേ ചിലപ്പോഴാണ് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പാവത്വം കൊണ്ട് നമ്മൾ കടം കൊടുക്കണം. പക്ഷേ അദ്ദേഹം പിന്നെ തിരിച്ചു തരാത്ത ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരോട്, അതുപോലെ ജീവിതത്തിൽ ബർക്കത്തില്ല, ഐശ്വര്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരോട്, ശാരീരിക രോഗങ്ങൾ കൊണ്ടും മാനസിക വിഷമങ്ങൾ കൊണ്ടുമൊക്കെ അവർക്കുള്ള പരിഹാരമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പരിഹാരമാണ് കടമുള്ളവർ, കടം തിരിച്ചു കിട്ടാത്തവർ, മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചു വിട്ടതിന് ശേഷം കടമുള്ളവർ, അല്ലെങ്കിൽ ഭവനം വെച്ചതിന് ശേഷം കടമുള്ളവർ, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവർക്കുള്ള ഒരു പരിഹാരമാണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 7 ദിവസം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 7 ദിവസം ഇഖ്ലാസോടെ 100 പ്രാവശ്യം വെച്ച് ഈ ഇസ്മ പറഞ്ഞാൽ, ഏതാണ് ആ ഇസ്മ? അസ്മാഉൽ ഹുസ്നയിലെ 13ാമത്തെ പേരായ യാ ബാരിഉ യാ അല്ലാഹ്, 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 യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ഇശാ മഗ്രിബിന് ഇടയിൽ 7 ദിവസം 100 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുവേ ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗങ്ങളും എന്റെ കഷ്ടപ്പാടുകളും എന്റെ കടങ്ങളും എന്റെ ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും മാറ്റി തരണേ
തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ കുന്നോളം കടങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും മാറ്റി കിട്ടുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ മഹത്തായ ഏത് സമയത്താണ് ചെല്ലുള്ളത്, എത്രയാണ് ചെല്ലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ഇസ്മിനെ പറ്റിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും പരാജയം ഉണ്ടാകുകയില്ല. ഒരു ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തുടങ്ങിയാൽ അതിൽ എല്ലാം നിങ്ങൾക്ക് വൻ വിജയം കിട്ടും. മാത്രമല്ല ദുനിയാവിൽ അവന്റെ ജീവിതം നല്ല നിലയിലാകും. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ ഇടയിലും കൂട്ടുകാരുടെ ഇടയിലും എവിടെയും അന്തസ്സും അഭിമാനവും യോഗ്യതയും ഉണ്ടാകും. ആർക്കും നിങ്ങളെ താഴ്ത്തി കെട്ടാൻ പറ്റുകയില്ല. ആർക്കും നിങ്ങളെ പരിഹസിക്കാനും കളിയാക്കാനും ഒന്നും തോന്നുകയില്ല. സമൂഹത്തിൽ നല്ല നിലയിലായിരിക്കും നിങ്ങൾ. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതാണ്. വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് നൽകുന്നതാണ്. നല്ല ഇണ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സാലിഹീങ്ങളായ ഇണകളെ അല്ലാഹു കിട്ടുന്നതാണ്. മക്കളെ ആഗ്രഹങ്ങൾക്ക് സാലിഹായ മക്കളെ കിട്ടുന്നതാണ്. മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് സാലിഹായ മക്കളെ കിട്ടുന്നതാണ്. അല്ലാഹു എല്ലാ സ്ഥലത്തും നമ്മെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതാണ്. ജീവിതത്തിൽ നമ്മെ ആരെങ്കിലും തകർക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ അവരെ അല്ലാഹു പരാജയപ്പെടുത്തുന്നതാണ്. ഇത്രയും പരിശുദ്ധമായ ഇത്രയും മഹത്വമുള്ള ദിക്ർ ഏതാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് നോക്കാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ മുഹ്സി യാ അല്ലാഹ്, 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 യാ മുഹ്സി യാ അല്ലാഹ്. യോഗ്യത നൽകുന്നവൻ, അന്തസ്സ് നൽകുന്നവൻ, പ്രതാപം നൽകുന്നവൻ എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം? ഈ ഇസ്മ ചൊല്ലേണ്ട സമയം തിങ്കളാഴ്ച രാവിലാണ്. തിങ്കളാഴ്ച രാവിലാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത്. തിങ്കളാഴ്ച രാവിലാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത്. അതായത് ഞായറാഴ്ച മഗ്‌രിബ് കഴിഞ്ഞത് മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ഈ ഇസ്മ നമുക്ക് ചൊല്ലാം. ഞായറാഴ്ച മഗ്‌രിബ് കഴിഞ്ഞത് മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ഈ ഇസ്മ നമുക്ക് ചൊല്ലാം. ഇത് 40 പ്രാവശ്യം ചൊല്ലണം. ഇത് തിങ്കളാഴ്ച രാവിലെ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ മതി. വ്യാഴാഴ്ച മഗ്‌രിബ് കഴിഞ്ഞത് മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ സമയമുണ്ട്. അതിനിടയിൽ 40 വട്ടം ചൊല്ലി തീർത്താൽ മതി. അപ്പോൾ ഇത് ചൊല്ലേണ്ടത് ആഴ്ചയിൽ 40 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അത് വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ ചൊല്ലിയാൽ മതി. ഇത് ചൊല്ലാൻ 5 മിനിറ്റ് മതി. അപ്പോൾ ഈ ആഴ്ചയിൽ 5 മിനിറ്റ്, അപ്പോൾ ആഴ്ചയിൽ ഒരു 5 മിനിറ്റ് മാറ്റിവെച്ച് ഈ ഇസ്മ 40 വട്ടം ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നതാണ്. നല്ല വിജയം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലും മുഅ്മിനീങ്ങളെ, വലിയ വിജയം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതൊരു അത്ഭുതകരമായ ഇസ്മാണ്. ജീവിതത്തിൽ നിങ്ങൾ ഇത് നിത്യമാക്കി കഴിഞ്ഞാൽ ഒരിടത്ത് നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുകയില്ല. ഒരു ബിസിനസ് തുടങ്ങിയാൽ തന്നെ അല്ലാഹു അതിൽ വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. മാത്രമല്ല ദുനിയാവിൽ അവന്റെ ജീവിതം നല്ല നിലയിൽ അല്ലാഹു കൊണ്ടുപോകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര മഹത്വമുള്ള ഒരു ദിക്റാണ്. അന്തസ്സും അഭിമാനവും യോഗ്യതയും അല്ലാഹു നൽകുന്നതാണ്. നിങ്ങൾ ആര് താഴ്ത്താൻ നോക്കിയാലും അല്ലാഹു അവനെ താഴ്ത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പരിഹസിക്കുന്നവരെ അല്ലാഹു സമൂഹത്തിൽ അവരെ അല്ലാഹു താഴ്ത്തുന്നതാണ്. അപ്പം ഇത്രയും മഹത്വമുള്ള നല്ല ഒരു ഇസ്മാണ് ഈ ഇസ്മ. നിങ്ങൾ എല്ലാവരും ഇത് നിത്യമായി ചൊല്ലുക. കഴിവിന്റെ പരമാവധിയെ പറയപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ 3 നാമങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലിവരാൻ ആഗ്രഹിക്കുക. പരിശ്രമിക്കുക. വലിയ വിജയങ്ങളുണ്ടെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, കരുണവാനായ റബ്ബേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ചോദിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്.
ഞങ്ങളെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളെ കുറിച്ചാണ് പഠിച്ചവനെ അല്ലാഹുവേ. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതീദിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അർഹമർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥിലതവാമിനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോടെ ഖബറിലെത്തിച്ച് അവിടെ ഖബറുകൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് അല്ലാഹുവേ, നീ ജോലി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട് റബ്ബേ. ഞങ്ങൾ പലരും വാടക വീടുകളിലാണ്, സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എത്രയോ മക്കൾ വിവാഹപ്രായമായവരുടെ ഭവനങ്ങളിലാണ്. സാലിഹീങ്ങളായ ഇണകൾ അവരിലേക്ക് നീ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ ഇണകൾ നീ അവരിലേക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാറാണ് അല്ലാഹ്. ഞങ്ങളെ നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരവർ റബ്ബേ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ അല്ലാഹുവേ, ഞങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അല്ലാഹുവേ, നിന്റെ ഭാഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയത്, ഞങ്ങൾ ആ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എല്ലാ മേഖലകളും ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. കിഡ്നി രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെയോ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും അല്ലാഹുവേ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അല്ലാഹുവേ, മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ഉപയോഗമുള്ള മക്കളാക്കി മാറ്റണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നിലനിർത്തിയിട്ടുണ്ടോ അല്ലാഹുവേ, നീ തന്നിട്ടുണ്ടോ അതെല്ലാം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ ഭാര്യമാരും അല്ലാഹുവേ, ഞങ്ങളുടെ വാഹനങ്ങളിലെല്ലാം നീ ബർക്കത്തുകൾ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.